ഒറ്റപ്പാലം തോട്ടക്കരയിൽ വീടിനു മുൻപിൽ കളിച്ചുകൊണ്ടിരുന്ന സഹോദരങ്ങൾക്ക് തെരുവുനായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. തോട്ടക്കര പൂളക്കപ്പറമ്പ് ദീപകിന്റെയും രശ്മിയുടെയും മക്കളായ ധൻവിക, ഋതിൽ രാജ് എന്നിവർക്കാണ് കടിയേറ്റത്. കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇവരുടെ അമ്മ രശ്മിക്ക് നേരെയും നായ തിരിഞ്ഞെങ്കിലും വസ്ത്രത്തിൽ കടിയേറ്റതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ശനിയാഴ്ച വൈകിട്ട് 6:30യോടെയായിരുന്നു സംഭവം. വീടിന് മുൻപിലെ റോഡരികിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായി എത്തിയ തെരുവുനായ ആക്രമിക്കുകയായിരുന്നു. ഋതിൻ രാജിന് ശരീരത്തിന്റെ പിൻഭാഗത്തും ധൻവികയ്ക്ക് കയ്യിലുമാണ് കടിയേറ്റത്. കുട്ടികളുടെ നിലവിളി കേട്ട് ഓടിയെത്തിയ അമ്മ രശ്മി നായയെ തടയാൻ ശ്രമിച്ചപ്പോഴാണ് അവർക്ക് നേരെയും ആക്രമണമുണ്ടായത്. പിന്നീട് നാട്ടുകാർ ഓടിക്കൂടിയാണ് നായയെ തുരത്തി ഇവരെ രക്ഷപ്പെടുത്തിയത്. പരിക്കേറ്റ ഇരുവർക്കും ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ നൽകി. മറ്റേ വീടിന്റെ ഫ്രണ്ടിൽ നിന്ന് കളിച്ചോണ്ടിരിക്കണതിന്റെ ഇടയില് ഒരു തെരുവുനായ വന്നു. അപ്പോ മൂത്ത കുട്ടി കണ്ടപ്പോ ആട്ടിയപ്പോഴേക്ക് നേരെ വന്ന് മൂത്ത കുട്ടീനെ അറ്റാക്ക് ചെയ്യാനാണ് നോക്കിയത്. നോക്കുമ്പോ ചെറിയ കുട്ടി അവിടെ ഇരുന്നപ്പോ അവനെ കടിക്കാൻ നോക്കിയതിന് നേരെ ചെറിയ കുട്ടിയുടെ കൈയിന്റെ അവിടെ വന്ന് കടിച്ച് ഒരു മുറിവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതേപോലെ വൈഫിനും കടിയേറ്റു. പക്ഷെ വൈഫിന് വേറെ എവിടെയും ഇതായില്ല. പാന്റിലെ കടി വന്നത്, വേറെ ഗുരുതരമായ പരിക്കും കാര്യങ്ങളൊന്നുമില്ല. തെരുവുനായ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ട് പുറത്തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രദേശത്ത് തെരുവുനായ ശല്യം രൂക്ഷമാകുന്നതിനിടെയുണ്ടായ പുതിയ സംഭവം നാട്ടുകാരെ വലിയ ഭീതിയിലാഴ്ത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി തോട്ടക്കര താലൂക്ക് ആശുപത്രിക്ക് സമീപം വെച്ച് 7 പേരെ തെരുവുനായ കടിച്ചിരുന്നു. പിന്നീട് പിടികൂടി നിരീക്ഷണത്തിൽ പാർപ്പിച്ചിരുന്ന ഈ നായ കഴിഞ്ഞ ദിവസം ചാവുകയും തുടർന്ന് നടത്തിയ പരിശോധനയിൽ നായയ്ക്ക് പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അക്രമകാരിയായ ഈ നായ പ്രദേശത്തെ മറ്റു തെരുവുനായകളെ കൂടി കടിച്ചിട്ടുണ്ടാകാമെന്ന സംശയം നിലനിൽക്കുന്നതിനിടെയാണ് താലൂക്ക് ആശുപത്രിക്ക് തൊട്ടടുത്തു തന്നെ വീണ്ടും കുട്ടികൾക്ക് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. തെരുവുനായകളുടെ ആക്രമണം പതിവായതോടെ അധികൃതർ അടിയന്തരമായി ഇടപെട്ട് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന ആവശ്യത്തിലാണ് നാട്ടുകാർ. വസ്ത്രവിസ്മയങ്ങളിലെ ഏറ്റവും പുതിയ ട്രെൻഡുകൾ ഏറ്റവും ആദ്യം അവതരിപ്പിച്ച കനിഹ വെഡിംഗ് സെന്റർ, ദ ഫാമിലി ഫാഷൻ ഡെസ്റ്റിനേഷൻ, ഒറ്റപ്പാലം ആൻഡ് വടക്കഞ്ചേരി.